ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. പണിപ്പുര ടാസ്കുകളിലെ ആദ്യത്തെ ടാസ്ക് ആയിട്ടുള്ള യം ഓർ യക്ക് എന്ന ടാസ്ക് ആയിരുന്നു ലൈവിൽ ഇപ്പോൾ നടന്നത്. 500 പോയിന്റ്സിന്റെ ഒരു ടാസ്ക് ആയിരുന്നു ഇത് കളിച്ച് ജയിക്കുന്ന ടീമിന് 500 പോയിന്റുകൾ ലഭിക്കും. ഇതിൽ 2 ടീമുകളായിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ഡിവൈഡ് ചെയ്തു. ഒരു ടീമിൽ ഷാനവാസ്, ശരത്ത്, ഒനീൽ, ജിസേൽ, ബിന്നി, ശൈത്യ, നൂറ, ഷാരിക, രേണു എന്നിവരായിരുന്നു. ബാക്കി എല്ലാവരും ഓപ്പോസിറ്റ് ടീമിലായിരുന്നു. അതായത് അക്ബറ, അനീഷ എല്ലാവരും ഓപ്പോസിറ്റ് ടീമിലായിരുന്നു. ഇത് ടീം സ്പിരിറ്റ് അനിവാര്യമായിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ലായിരുന്നു. ഗെസ്സിങ് ഗെയിം ആണ്. ഇത്തിരി ബേസിക് അഭിനയം അറിഞ്ഞിരിക്കണം. മോശം ഫുഡ് കഴിച്ചാലും അത് പ്രകടിപ്പിക്കാനായിട്ട് പാടില്ല. അതേപോലെ നല്ല ഫുഡ് ആണെങ്കിൽ അതും പ്രകടിപ്പിക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് ടീം ഗെസ് ചെയ്യണം എന്ത് ഫുഡാണ് കഴിച്ചതെന്നുള്ളത്. എന്ത് ഫുഡാണെന്നല്ല, യം ആണ് യക്കാണെന്നുള്ളത് ഗെസ് ചെയ്യണം. ആദ്യം ടാസ്ക് ചെയ്തത് നൂറയാണ്. യം ആയിരുന്നു സാധനം. എനിക്ക് തോന്നുന്നു പായസമായിരുന്നു എന്നാണ്. പക്ഷെ അനീഷിന്റെ ഒക്കെ ടീം അത് ഗെസ് ചെയ്ത് യക്കെന്നായിരുന്നു. അങ്ങനെ അവർക്ക് 1 പോയിന്റ് നഷ്ടമായി. നൂറയുടെ ടീമിന് 1 പോയിന്റ് കിട്ടി. ഈ രീതിയിലൊരു ഫൺ ടാസ്ക് ആയിരുന്നു ഇത്. പിന്നെ അനീഷ് കയറി നിന്ന് അഭിനയിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി യക്ക് ആണെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ അവരുടെ ടീമിന് 1 പോയിന്റ് നഷ്ടമായി. അങ്ങനെ 6 പോയിന്റുകളാണ് നൂറയുടെയും ഷാനവാസിന്റെയും ഒക്കെ ടീമിന് ലഭിച്ചത്. 2 പോയിന്റുകളാണ് അനീഷിന്റെ, അക്ബറിന്റെയും അനുമോളുടെ ഒക്കെ ടീമിന് ലഭിച്ചത്. ഒനീലിന്റെയും അപ്പാനിയുടെയും ഒക്കെ ആ ഒരു ടീം, അവരുടെ അഭിനയം നല്ലതായിരുന്നു. ഗിസയിലും ഒക്കെയാണ് അഭിനയിച്ചത്. അവരുടെ അഭിനയം അപാരമായതുകൊണ്ട് ഇവരുടെ ഓപ്പോസിറ്റ് ടീമിന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ ഒക്കെ ഈ ഒരു ടീമിന് ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ഒരു ടീമിനകത്ത്. ഫുഡിനെ പറ്റി അറിവുള്ള ഒന്നീലും ഉണ്ടായിരുന്നു. അപ്പുറത്ത് അക്ബറിന്റെയും അനീഷിന്റെയും ഒക്കെ ടീമിൽ ആകെ ഒരു അനുമോള് മാത്രമായിരുന്നു ഒരു ആക്ടർ എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. അനുമോളാണ് അഭിനയിച്ച് ചളവാക്കുകയും ചെയ്തു, അത് വേറെ കാര്യം. എന്തായാലും ഈ ഒരു ടാസ്ക് ഒരു ഫൺ സംഭവമായിട്ട് തോന്നി. എല്ലാ ടാസ്കിലും മറ്റേ വഴക്കും അടിയും ബഹളവും വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. നല്ല വൈബായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. എന്തായാലും ഈ ഒരു ടാസ്കിൽ ജയിച്ചത് ടീം എ ആണ്. ഷാനവാസിന്റെയും അപ്പാനി ശരത്തിന്റെയും ഒക്കെ ടീമാണ് ജയിച്ചത്. ഒനീലിന്റെയും ജിസേലിന്റെയും ഒക്കെ ടീമാണ് ജയിച്ചത്. 500 പണിപ്പുര പോയിന്റുകളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. വിജയിച്ച ടീമിൽ നിന്ന് ഒരാൾക്ക് നേരിട്ട് പണിപ്പുരയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ജിസേലിനെയാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത്. 74 മണിക്കൂറുകൾക്ക് ശേഷം, അതായത് വ്യാഴാഴ്ച, ഇവർക്ക് 3000 പോയിന്റുകൾ കളിച്ച് നേടാനായില്ല എന്നുണ്ടെങ്കിൽ ഈ 500 പോയിന്റുകളുമായിട്ട് ജിസേലിന് മാത്രമായിരിക്കും പണിപ്പുരയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുക. അതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.